ജർമ്മനി FST വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആപ്ലിക്കന്റിന് ലഭിച്ചിട്ടുള്ള എംബസി ഇമെയിലും അതിന്റെ സൊല്യൂഷനുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഇമെയിലില് എംബസി പറഞ്ഞിട്ടുള്ള കാര്യം, റീസെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഈ കോൺട്രാക്ട് അറ്റാച്ച് ചെയ്ത സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു മെയിൽ എംബസി ചോദിച്ചിട്ടുള്ളത്. കോൺട്രാക്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ എംപ്ലോയർ ലാംഗ്വേജ് പ്രൊഫഷൻസി ഓൺലൈനായിട്ട് ടെസ്റ്റ് ചെയ്തു, അവർ ഓക്കെ ആണ്. അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് വാലിഡിറ്റി 1 ഇയറിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എംപ്ലോയർ അത് ഓക്കെ ആണെന്നുള്ള ലെറ്ററും കൂടി എംപ്ലോയർ സൈഡിൽ നിന്ന് തരണം. അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എംബസി അത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. നിങ്ങളും FSD വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കോൺട്രാക്ട് വളരെ കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. ജർമ്മനി ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.